പ്രിയ സുഹൃത്തുക്കളെ, മക്കയിലെ വിശുദ്ധ ഹറമിൽ സ്ഥിതി ചെയ്യുന്ന സംസം കിണറ്റിനകത്ത് ഒരു അത്യന്തം അസാധാരണമായ അത്ഭുതം സംഭവിച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ ഈ കാഴ്ച കണ്ടപ്പോൾ അത്ഭുതത്തോടെ നിന്ന് ശാസ്ത്രജ്ഞർ കിണറ്റിനകത്ത് കയറി. അവർ കണ്ടത് അത്രയേറെ അത്ഭുതകരമായ കാഴ്ചയായിരുന്നു. അതിനാൽ അവർ സ്വാഭാവികമായി വിളിച്ചു, അല്ലാഹു അക്ബർ. ഒടുവിൽ കണ്ടത് എന്തായിരുന്നു? തുടങ്ങുന്നതിനു മുമ്പ് നിങ്ങൾ മുസ്ലിം ആണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഇത്തരത്തിലുള്ള കൂടുതൽ ഉള്ളടക്കങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ നിങ്ങൾക്ക് ഒരിക്കലും സംസം എന്ന ഈ അനുഗ്രഹീത ജലത്തിന്റെ രുചി അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ഞങ്ങളോട് പറയാനും മറക്കരുത്. താഴെയുള്ള കമന്റുകളിൽ ഞങ്ങളെ അറിയിക്കൂ. അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട പ്രേക്ഷകരെ. സംസം കിണറിനുള്ളിൽ ശാസ്ത്രജ്ഞർ നടത്തിയ ഏറ്റവും അത്ഭുതകരമായ കണ്ടെത്തലുകളിൽ ഒന്നാണ്. അവിടെ അവർ എന്താണ് കണ്ടെത്തിയത് എന്നത്. ഭൂമിയുടെ അടിയിൽ 30 മീറ്റർ ആഴത്തിൽ ഒരു അത്ഭുതകരമായ വെളിപ്പെടുത്തൽ നടന്നു. സംസം കിണർ മസ്ജിദുൽ ഹറാമിന്റെ അകത്താണ് സ്ഥിതി ചെയ്യുന്നത്. വിശുദ്ധ കഅബയിൽ നിന്ന് വെറും 20 മീറ്റർ ദൂരത്തിലാണ് ഇത്. ഈ കിണർ ഓരോ സെക്കൻഡിലും ഏകദേശം 20 ലിറ്റർ വെള്ളം നൽകുന്നു. അതിന്റെ ആകെ ആഴം 30 മീറ്ററാണ്. എങ്കിലും മക്കയിലെ ഒരു ഇസ്ലാമിക വേഷധനായ മാനിൻ സാദ് അദ്ദീൻ ഒരു ഡോക്ടറെ ഉദ്ധരിച്ച് ഒരു അത്ഭുതകരമായ സംഭവമാണ് വിവരിച്ചത്. 1971 സംസം കിണറിനെക്കുറിച്ച് ഒരു അസാധാരണമായ അവകാശവാദം ഉയർന്നു. ഒരു വ്യക്തി സംസം വെള്ളം കുടിക്കാൻ യോഗ്യമല്ലെന്ന് ആരോപിച്ചു. അവൻ പറഞ്ഞു, കഅബ സമുദ്രനിരപ്പിൽ നിന്ന് താഴെ സ്ഥിതി ചെയ്യുന്നതിനാൽ മലിനജല ചോർച്ച കിണറിലേക്ക് സംഭവിക്കാമെന്ന സാധ്യതയുണ്ട്. ഇതിന് മറുപടിയായി സൗദി അറേബ്യയിലെ ശാസ്ത്രജ്ഞർ യഥാർത്ഥം കണ്ടെത്താൻ തീരുമാനിച്ചു. അവർ സംസം വെള്ളത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ചു. ആധുനിക ശാസ്ത്രീയ രീതികൾ ഉപയോഗിച്ച് ഈ വെള്ളം കുടിക്കാൻ സുരക്ഷിതമാണോ എന്നത് പരിശോധിക്കാൻ യൂറോപ്യൻ ലബോറട്ടറികളിലേക്ക് അയച്ചു. കെമിക്കൽ എഞ്ചിനീയർ മുവീനുദ്ദീൻ അഹമ്മദ് പറഞ്ഞു, വെള്ളത്തിന്റെ സാമ്പിളുകൾ ശേഖരിക്കാൻ തങ്ങളെ തിരഞ്ഞെടുത്തതായിരുന്നു. അതും താൻ ആദ്യമായി ആ കിണർ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതായിരുന്നു എന്നതും വളരെ അത്ഭുതകരമായ ഒന്നായിരുന്നു. അവൻ ആദ്യമായി അതിനെ കണ്ടപ്പോൾ വെറും 18 അടി നീളവും 14 അടി വീതിയുമുള്ള ഇത്ര ചെറിയ ഒരു ജലസംഭരണം ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കാലം മുതൽ ഓരോ വർഷവും ലക്ഷക്കണക്കിന് ഗാലൻ വെള്ളം ഹജ്ജ് തീർത്ഥാടകർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു എന്നതിൽ അവൻ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടി. അതാണ് യഥാർത്ഥ രഹസ്യം ആരംഭിച്ച നിമിഷം. മുമീനുദ്ദീൻ കിണറ്റിൽ ഇറങ്ങി അതിന്റെ പരിശോധന നടത്തുമ്പോൾ അവൻ ഒരു അത്ഭുതകരമായ കാര്യം ശ്രദ്ധിച്ചു. സംസം കിണറ്റിൽ വെള്ളം വരുന്നതിന് യാതൊരു വ്യക്തമായ ഉറവിടവും കാണാനില്ല. ആ നിമിഷം അവന്റെ മനസ്സിൽ ഒരു ഉജ്ജ്വലമായ ആശയം ഉദിച്ചു. അവൻ ധൈര്യമായ ഒരു പരീക്ഷണം നടത്താൻ തീരുമാനിച്ചു. അതിനായി ശക്തമായ ഒരു പമ്പ് പ്രവർത്തിപ്പിച്ച് വേഗത്തിൽ വെള്ളം പുറത്തെടുക്കാൻ ശ്രമിച്ചു. ഇതുവഴി വെള്ളത്തിന്റെ നില അത്ര താഴേക്ക് പോകും. അതിനാൽ അവൻ അതിന്റെ യഥാർത്ഥ ഉറവിടം കാണാൻ കഴിയും. അവിടെയാണ് യഥാർത്ഥ അത്ഭുതകരമായ സംഭവം സംഭവിച്ചത്. വെള്ളത്തിന്റെ നില ഒട്ടും താഴ്ന്നില്ല. പമ്പ് പ്രവർത്തിപ്പിക്കുന്ന സമയത്ത് മുനീനുദ്ദീൻ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. അതിനു പകരം അവർ കണ്ടത് കിണറിന്റെ അടിയിൽ മണൽ അവരുടെ കാലടികൾക്ക് ചുറ്റും എല്ലായിടത്തും ഇളകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതേസമയം വെള്ളം ഒരു മറഞ്ഞും രഹസ്യമായും ഉള്ള ഉറവിടത്തിൽ നിന്ന് പമ്പ് പുറത്തെടുക്കുന്ന അതേ വേഗത്തിൽ തന്നെ ഒഴുകി വരികയായിരുന്നു. സംസം കിണറ്റിലെ വെള്ളത്തിന്റെ നിലയ്ക്ക് ഒട്ടും ബാധയുണ്ടായില്ല. അതിനുശേഷം മുവീനുദ്ദീൻ സാമ്പിളുകൾ ശേഖരിച്ചു. അവ യൂറോപ്പിലും സൗദി അറേബ്യയിലുമുള്ള ലബോറട്ടറികളിലേക്ക് പരിശോധനയ്ക്കായി അയക്കാനായി. പക്ഷേ ഫലങ്ങൾ തിരികെ വന്നപ്പോൾ അവ അത്യന്തം അത്ഭുതകരമായവയായിരുന്നു. ഇത് സ്ഥിരീകരിച്ചു, സംസം വെള്ളം ലോകത്തിലെ മറ്റേതെങ്കിലും വെള്ളത്തേക്കാൾ വ്യത്യസ്തമാണെന്ന്. ഇതിൽ കാൽസ്യം, മഗ്നീഷ്യം എന്നിവയുടെ ലവണങ്ങളുടെ അളവ് വളരെ കൂടുതലാണ്. ഇതാണ് ക്ഷീണിച്ച ഹജ്ജുമാരെ ഇത്രയും ഫലപ്രദമായി ഉല്ലാസവും ഊർജവും നൽകുന്ന കാരണം. പക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ടത്, സംസം വെള്ളത്തിൽ സ്വാഭാവികമായ ഫ്ലോറൈഡ് സംയുക്തങ്ങൾ അടങ്ങിയിരിക്കുന്നു. അവ ശക്തമായ ജന്തുനാശിനിയായി പ്രവർത്തിക്കുന്നു. പല കിണറുകളിലും സമയം കഴിഞ്ഞപ്പോൾ പച്ചപ്പുകളും ജലസസ്യങ്ങളും വളരുന്നു. അതിനാൽ വെള്ളത്തിന്റെ രുചിയും സുഗന്ധവും മാറുന്നു. എന്നാൽ സംസം കിണറ്റിൽ ഒരു പച്ചപ്പോ സസ്യങ്ങളോ വളരുന്നില്ല. അതിനാൽ വെള്ളത്തിന്റെ ശുദ്ധിയും രുചിയും എപ്പോഴും നിലനിൽക്കുന്നു. പക്ഷേ കാര്യങ്ങൾ ഇതിൽ അവസാനിക്കുന്നില്ല. ഈ കണ്ടെത്തലിന് നിരവധി വർഷങ്ങൾക്കുശേഷം സംസം കിണറ്റിനകത്ത് ഒരു അത്ഭുതകരമായ സംഭവം നടന്നു. വെള്ളത്തിന്റെ ഉറവിടം കണ്ടെത്താൻ വീണ്ടും ഒരു ശാസ്ത്രജ്ഞരുടെ സംഘം കിണറ്റിൽ ഇറങ്ങിയപ്പോൾ അവർക്കൊരു അത്ഭുതകരമായ കണ്ടെത്തൽ ഉണ്ടായി. വാരി കമ്പസ് മാറ്റിയിട്ടും തിരിച്ചറിയൽ ഉപകരണങ്ങൾ പൂർണ്ണമായും പ്രവർത്തനരഹിതമായി ഒരിക്കലും ശരിയായി പ്രവർത്തിച്ചില്ല. അതിനാൽ വെള്ളത്തിന്റെ ഉറവിടം ഏത് ദിശയിലാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല.
എങ്കിലും ശാസ്ത്രജ്ഞർ ഇവിടെ തോറ്റുപോയില്ല. വെള്ളത്തിന്റെ ഉറവിടം കണ്ടെത്താനുള്ള ദൃഢനിശ്ചയത്തോടെ അവർ ആധുനിക വീഡിയോ ക്യാമറകളും ഓക്സിജൻ ടാങ്കുകളും ഉപയോഗിച്ചുള്ള ഡൈവേഴ്സിനെ കൂട്ടിക്കൊണ്ട് കിണറ്റിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി. ഇവിടെയാണ് യഥാർത്ഥ അത്ഭുതം പുറത്തുവന്നത്. ഡൈവർമാർ കിണറ്റിനുള്ളിൽ നിരവധി വസ്തുക്കൾ കണ്ടെത്തി. അതിൽ വിചിത്രമായ ആകൃതിയിലുള്ള പാത്രങ്ങളും അപൂർവമായ പുരാതന നാണയങ്ങളും ഉൾപ്പെടുന്നു. അവയുടെ കൃത്യമായ കാലഘട്ടം അവർ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുകൂടാതെ അവർ കിണറ്റിനുള്ളിൽ പേരുകൾ കൊത്തിയിട്ടിരിക്കുന്ന മാർബിൾ കഷ്ണങ്ങളും കണ്ടെത്തി. അവ കിണറ്റിൽ എറിഞ്ഞിട്ടുള്ളവയായിരുന്നു. ഈ ഓപ്പറേഷന്റെ ഒരു മേൽനോട്ടക്കാരൻ പറഞ്ഞു, ഞങ്ങൾ കിണറ്റിനുള്ളിൽ ഏകദേശം 50 സെന്റിമീറ്റർ താഴേക്ക് ഇറങ്ങിയപ്പോൾ നാം 50 വർഷം പിന്നിലേക്ക് പോയതുപോലെയും സമയം കിണറ്റിനുള്ളിൽ നിൽക്കുന്നതുപോലെയും തോന്നി. എന്നാൽ അത്ഭുതകരമായ വെളിപ്പെടുത്തലുകൾ ഇതിൽ അവസാനിച്ചില്ല. അന്വേഷണത്തിനൊടുവിൽ സംസം കിണറിലേക്ക് വെള്ളം എത്തുന്നത് ഡോം ഓഫ് ദി റോക്കിന്റെ ദിശയിൽ നിന്ന് വരുന്ന ഒരു നിഗൂഢ സ്രോതസ്സിൽ നിന്നാണെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തി. അവർ കണ്ടുപിടിച്ചത് ആ ഉറവിടത്തിന്റെ അവസാനം ഒരു കല്ല് കൊണ്ടുള്ള കുളം ഉണ്ട്. അത് സംഭരണി പോലെ പ്രവർത്തിക്കുകയും ഇവിടെ വെള്ളം ശേഖരിക്കുകയും ചെയ്യുന്നു എന്നായിരുന്നു. ആശ്ചര്യകരമായ കാര്യം എന്തെന്നാൽ അവർ കബയുടെ ദിശയിൽ നിന്ന് വരുന്ന വെള്ളത്തിന്റെ സാമ്പിൾ എടുത്തപ്പോൾ സാധാരണ വെള്ളത്തിൽ കാണുന്ന ബാക്ടീരിയകൾ അതിൽ ഒന്നും ഇല്ലെന്ന് കണ്ടെത്തി. ഇത്ര വർഷങ്ങളോളം ഭൂമിയുടെ അടിത്തട്ടിൽ ഇങ്ങനെ വൃത്തിയുള്ളതും സുതാര്യവുമായ വെള്ളം എങ്ങനെ നിലനിൽക്കുന്നു? ഇത് യഥാർത്ഥത്തിൽ സംസം കിണറിന്റെ അത്ഭുതമാണ്. 2 വിശുദ്ധ പള്ളികളിലെ ഒരു വിദഗ്ധ ഗവേഷകൻ ഈ കിണറിന്റെ അത്ഭുതകരമായ ചരിത്രം വിവരിച്ചു. കിണറിന്റെ കഥ ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം മുതൽ ആരംഭിക്കുന്നു. അപ്പോൾ അല്ലാഹ് അവനോട് തന്റെ ഭാര്യയായ ഹസ്രത്ത് ഹാജറിനെയും കുഞ്ഞായ മകനായ ഹസ്രത്ത് ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും മക്കയിലെ ഒരു മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി അവിടെ വിട്ടുപോകാൻ ആജ്ഞാപിച്ചു. അവർക്കു ഭക്ഷണവും വെള്ളവും തീർന്നപ്പോൾ ഹസ്രത്ത് ഹാജറിനി അലൈഹിസ്സലാം വെള്ളം തേടി സഫ, മർവ പർവ്വതങ്ങൾക്കിടയിൽ ഓടിത്തുടങ്ങി. ഒരു അത്ഭുതകരമായും ശാശ്വതമായും നിമിഷത്തിൽ ഹസ്രത്ത് ജിബ്രീൽ അലൈഹിസ്സലാം തന്റെ ചിറകുകൊണ്ട് ഭൂമിയിൽ അടിച്ചു. അതേ സ്ഥലത്ത് മനുഷ്യചരിത്രത്തിലെ ഏറ്റവും മഹത്തായ ഉറവെള്ളം പൊട്ടിപ്പുറപ്പെട്ടു. അതാണ് കിണർ. ഹസ്രത്ത് ഹാജറിനി അലൈഹിസ്സലാം തന്റെ കൈകളാൽ വെള്ളം എടുത്തു കുടിക്കാൻ തുടങ്ങി. വളരെ വേഗത്തിൽ എല്ലാ ദിശകളിൽ നിന്നുമുള്ള ഗോത്രങ്ങൾ മക്കയിലേക്ക് കുടിയേറാൻ തുടങ്ങി. ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമിയും അദ്ദേഹത്തിന്റെ മകൻ ഹസ്രത്ത് ഇസ്മായിൽ അലൈഹിസ്സലാമും ഖാനികാബ പണിതപ്പോൾ ഈ സ്ഥലത്തിന്റെ പ്രാധാന്യം ഇനിയും വർദ്ധിച്ചു. കാലം കടന്നുപോയപ്പോൾ ഒരു ഘട്ടത്തിൽ സംസം കിണർ മണ്ണിനയിൽ മറഞ്ഞു കാണാതായി. ഈ സംഭവം ഹസ്രത്ത് അബ്ദുൽ മുത്തലിബ് അഥവാ ഹസ്രത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ പിതാമഹൻ അവരുടെ കാലത്തേക്കാൾ മുമ്പ് സംഭവിച്ചതാണ്. പിന്നീട് അബ്ദുൽ മുത്തലിബിന് പലതവണ ഒരു അതിശയകരമായ സ്വപ്നം കാണാൻ ഇടയായി. അതിൽ അവരെ കിണർ വീണ്ടും കുഴിക്കാൻ നിർദ്ദേശം ലഭിച്ചു. ആ സ്വപ്നം അനുസരിച്ച് അദ്ദേഹം കിണർ വീണ്ടും കുഴിച്ചു. അതിന്റെ വെള്ളം വീണ്ടും പുറത്തു വന്നു. അന്നുമുതൽ ഹാജിമാർക്ക് വെള്ളം ലഭിക്കുന്ന പ്രധാന ഉറവിടമായി അത് മാറി. പ്രിയ ദർശകരെ, ശ്രദ്ധേയമായ ഒരു കാര്യം, സംസം കിണർ ഒരിക്കൽ ഹാജിമാർ തവാഫ് നടത്താറായിരുന്ന സ്ഥലത്തിന്റെ നടുവിലാണ് സ്ഥിതി ചെയ്തിരുന്നത്. കിണറിന്റെ ചുറ്റും ചെമ്പുകൊണ്ടുള്ള ഒരു വളയും ഒരു മൂടിയും വെള്ളം എടുക്കാൻ ഒരു ചക്രയന്ത്രവും ഉണ്ടായിരുന്നു. ഇത് 6-ാം ഹിജ്രി നൂറ്റാണ്ടിന്റെ അവസാനം കാലത്തേതാണ്. കിണറിനുള്ളിൽ ഒരു ചെമ്പുവാളിയും കണ്ടെത്തിയിരുന്നു. സംസം കിണറിന്റെ മുകളിൽ ഉണ്ടായിരുന്ന യഥാർത്ഥ ഘടനം നീക്കം ചെയ്തു. കിണറിന്റെ പ്രവേശന വഴി തവാഫ് നടക്കുന്ന പ്രാകാരത്തിന്റെ കീഴിലേക്ക് മാറ്റി. ഹാജിമാരുടെയും തവാഫ് ചെയ്യുന്നവരുടെയും വരവ് പോകൽ എളുപ്പമാക്കാനാണ് ഈ മാറ്റം വരുത്തിയത്. മസ്ജിദുൽ ഹറാമിന്റെ തുടർച്ചയായ വിപുലീകരണത്തോടെ തവാഫിന്റെ കേന്ദ്രഭാഗത്തിൽ നിന്ന് കിണറിലേക്കുള്ള ശേഷിച്ച എല്ലാ വഴികളും പൂർണ്ണമായും നീക്കം ചെയ്തു. അതിലൂടെ തീർത്ഥാടകർക്ക് കൂടുതൽ സുതാര്യവും വിശാലവുമായ അനുഭവം നൽകാൻ സാധിച്ചു. ഹിജ്രി 1440 വർഷത്തിൽ ഹറമിൽ സംഭവിച്ച ചില ദുഃഖകരമായ സംഭവങ്ങൾക്കുശേഷം സംസം കിണറിന്റെ പൂർണ്ണമായ ശുചീകരണം നടന്നു. അമ്മ ചില മൃതദേഹങ്ങൾ കിണറിലേക്ക് എറിഞ്ഞിരുന്നു. ഒരു വിദഗ്ധന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക സംഘത്തെയാണ് കിണറിന്റെ പൂർണ്ണവും അത്യന്തം ജാഗ്രതയോടെയും ശുചീകരണത്തിന് നിയോഗിച്ചത്. അതിലൂടെ അതിന്റെ ഓരോ ഭാഗവും വിശുദ്ധമാക്കാൻ സാധിക്കുകയായിരുന്നു. നിങ്ങൾ ഇതുവരെ ഞങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ ദയവായി ഞങ്ങളെ പിന്തുണയ്ക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ദയവായി ലൈക്ക് ബട്ടൺ അമർത്തുകയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യൂ. ഈ ചെറിയ പ്രവൃത്തി ഞങ്ങൾക്ക് കൂടുതൽ വിലയേറിയ വീഡിയോകൾ നിർമ്മിക്കാനും നിങ്ങൾ വരെ എത്തിക്കാനും പ്രേരണ നൽകുന്നു.